ദുബായിയുടെ ലൈഫ് സ്റ്റൈൽ ഇവിടെ അഫോർഡബിൾ ആണോ? സ്റ്റുഡൻസിന് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുമോ? ഇവിടെ വരുന്നതിന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? +2 കഴിഞ്ഞവർക്ക് ഇവിടെ എന്നാ ജോലി കിട്ടുമോ? എന്നാ ജോലി ദുബായിലേക്ക് കയറി വരും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പെട്ടെന്ന് ടിക്കറ്റും വിസേൻ്റെ പൈസ റെഡിയാക്കി അവൻ ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെയുള്ള ചെലവിൻ്റെ കാര്യം അവൻ ആലോചിക്കുന്നത്. നമ്മൾ വരുന്നതിനും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1-2 കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പുറമേ കാണുന്നത് പോലെയുള്ള വീഡിയോസോ അതൊന്നുമല്ല. ദുബായിയുടെ യഥാർത്ഥ ഫേസ്. ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേയല്ലേ കണ്ടിട്ട് സുഖമല്ല നിങ്ങൾക്കെല്ലാം? ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായിയുടെ ലൈഫും കാര്യങ്ങളിലായിട്ട് ഒരു വീഡിയോ ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീച്ചതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് വല്ലതും പോകണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് കാര്യങ്ങളും പറയാം, നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കലും എൻ്റെ പരിപാടി ഇവിടെ നടക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദുബായിയുടെ ലൈഫ് സ്റ്റൈൽ ഇവിടെ അഫോർഡബിൾ ആണോ? സ്റ്റുഡൻസിന് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുമോ? ഇവിടെ വരുന്നതിന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? എല്ലാവർക്കും പല സംശയങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ന് സെറ്റാക്കി എടുക്കാം, നോക്കാം. അത് പറയുന്ന ഇഷ്ടമുണ്ട്. ഇപ്പോൾ ചായ ഉണ്ടാക്കണ്ടേ? അപ്പം ചായപാത്രം എടുക്കുക. ഒന്ന് ഞാൻ കേട്ടെ, കൈ വെച്ചതാണ്, ഒന്നും കൂടി കൈ വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെയാണ് പറഞ്ഞത് ദുബായ്. നമ്മൾ വരുന്നതിനും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1-2 കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പുറമേ കാണുന്നത് പോലെയുള്ള വീഡിയോസോ അതൊന്നുമല്ല. ദുബായിയുടെ യഥാർത്ഥ ഫേസ്. നമ്മൾ വിചാരിക്കും ഇവിടെ വരുമ്പോഴത്തേക്ക് കുറേ കാറ്, ബുർജ് ഖലീഫ, ബുർജുൽ അറബ്, അങ്ങനെ പല ലൊക്കേഷനായിരിക്കും നമ്മളെ മനസ്സിൽ ഫസ്റ്റ് ഓടിയെത്തുക. ഈ ഓടിയെത്തുന്നൊന്നും കാര്യമില്ല. ഏറ്റവും കൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഇവിടെ നിൽക്കാനുള്ള പൈസ, ഒരു 3 മാസം മിനിമം നിൽക്കാനുള്ളൊരു പൈസയും ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് വരും. നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് ദുബായിലേക്ക് കയറി വരും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പെട്ടെന്ന് ടിക്കറ്റും വിസേൻ്റെ പൈസ റെഡിയാക്കി അവർ ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെയുള്ള ചെലവിൻ്റെ കാര്യം അവൻ ആലോചിക്കുന്നത്. ഇവിടെ വന്നാൽ പെട്ടെന്ന് റൂമിൻ്റെ കാര്യങ്ങളെല്ലാം വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഒരു മാസം ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, മിനിമം എത്ര എക്സ്പെൻസ് വരും. ബെഡ് സ്പേസ്, ഒരു ചെറിയൊരു ബെഡ് സ്പേസ് നമ്മൾ പട്ടാണികളും ബംഗാളികളും നിൽക്കുന്ന നോക്കുന്നതാണ് 300 ദിറംസിന് നമുക്ക് കിട്ടും. പിന്നെ 500 ദിറംസിനുണ്ട്, 700 ദിറംസിനുണ്ട്, 1000 ദിറംസിൻ്റെ ഉണ്ട്, 1500 ദിറംസിനുണ്ട്, 2000 ദിറംസ്, 10-12,000 രൂപ എന്തായാലും റൂമിന് വേണം. അതിനുകൂടെ തന്നെ ഇവിടെ നമുക്ക് താമസിക്കണ മെസ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കണം. ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ചായ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ 1 ദിറംസാണ് ഒരു കപ്പ് ചായക്ക്, അതായത് നാട്ടിൽ 20 രൂപ. അപ്പം അത്രയും എക്സ്പെൻസീവാണ് നമ്മളിവിടെ ജീവിക്കുന്നതാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് മുന്നിൽ വരുന്നത്. നമുക്കൊരു മാസത്തെ ഒരു എക്സാമ്പിൾ വന്നത് ഏകദേശം. നമ്മളിപ്പോൾ ഒരു വെള്ളം വാങ്ങുന്നതാണെങ്കിൽ 1 ദിറംസാണ്. ഇവിടെ നിൽക്കുന്ന ചിലവ് റൂം 500 ദിറംസാണ്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മെസ് ഫെസിലിറ്റീസ് ഒരു 300 ദിറംസ് 400 ദിറംസ് വേണം. അപ്പോൾ 3 നേരത്തേക്ക്. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം ഒരു നോൾ കാർഡ് റീചാർജും കാര്യങ്ങളിലായിട്ട് ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ ദുബായ്, ഓൾ ഓവർ ദ ദുബായ് നമുക്കുണ്ടാവും. അപ്പോൾ അതിന് വരുന്നതാണെങ്കിൽ ഏകദേശം ഒരു 300-350 ദിറംസ് അത് വേണം. CV സെറ്റ് ചെയ്യാനും ഗ്രോസറി സാധനങ്ങൾ ഏകദേശം 1500 ദിറംസ് ഒരു മാസം ഏവറേജ് ഒരു ചിലവ് വരും. 1500 ദിറംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഒരു 23-12 ഏകദേശം ഒരു 30-35-40,000 രൂപ ഒരു മാസം നമുക്കിവിടെ ചിലവ് വരും. ജോലി കിട്ടിയാൽ അത് മതി. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നതായിരിക്കില്ല എന്നാണ് ഈ +2 കഴിഞ്ഞിട്ടൊരു കയറലുണ്ട് ഇങ്ങോട്ടേക്ക് UAE-യിലേക്ക്. +2 തോറ്റിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കൂല, പ്രവാസ ജീവിതം നോക്കാം, രക്ഷപ്പെടാമെന്ന് വിചാരിക്കും. നിങ്ങൾ വിചാരിക്കും പ്രവാസ ജീവിതം വെച്ചാൽ ചില്ലറ പരിപാടിയെന്ന് വെച്ചാൽ +2 കഴിഞ്ഞവർക്ക് ഇവിടെ എന്നാ ജോലി കിട്ടുക? എന്നാ ജോലി? കഫ്തീരിയ, ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ്, വർക്കർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും കാറ്റഗറിയിലാണ് പോവുക. ഈ ഒരു രീതിയിൽ നമുക്ക് ജോബ് കിട്ടിയിട്ട് ഒരു മാസം ചിലവ് കഴിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നമുക്കറിയാം. വെറും 1500 ദിറംസ് 2000 ദിറംസും കൊണ്ട് മാസം ശമ്പളം അതേ ഉണ്ടാവും. ഈ ഒരു എമൗണ്ടിൽ നമ്മൾ കുടുംബവും നമ്മളിവിടെ ഒരു മാസം 1500 ദിറംസാണ്. പക്ഷേ ആ കഫ്തീരക്കാർക്ക് റൂമൊക്കെ നമുക്ക് കിട്ടുക, അത് വേറെ കാര്യം. പക്ഷേ വിദ്യാഭ്യാസം ഇല്ലാണ്ട് എൻ്റെ കൂടെ കുറേ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ജൂനിയേഴ്സിനോടെല്ലാം ഡിഗ്രി സമയത്ത് മാക്സിമം നല്ല രീതിയിൽ വൃത്തിക്ക് പഠിച്ചോ, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും, കഷ്ടപ്പെടേണ്ടി വരും. അതേപോലെ കഷ്ടപ്പെടുന്ന പലരും ഉണ്ട്. എൻ്റെ കണ്ണു മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ പാലിങ്ങിതാക്കി അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. കാരണം കഫ്തീര ജീവിതം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, വളരെയധികം കഷ്ടപ്പാടുള്ളൊരു ഫീൽഡാണ്. 12-13 മണിക്കൂർ ഡ്യൂട്ടി,
ലീവ് ഉണ്ടാവില്ല, പിന്നെ ഫുൾ ടൈം വർക്ക് തന്നെ, പട്ടീനെ പോലെ പണിയെടുക്കേണ്ടി വരും. ലീവ് എടുക്കണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനുഭവം നമ്മളെ കൺമുന്നിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അനുഭവങ്ങൾ. അത് ഓരോരുത്തരുടെ ലൈഫാണ്. അപ്പം ഒരിക്കലും പ്ലസ് ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന ഗൾഫിൽ പോയാലൊന്ന് സെറ്റിൽ ആവാ അടിപൊളിയാണെന്നുള്ള, അതൊന്ന് മാറ്റി ചിന്തിക്കണം. കാരണം എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ അങ്ങ് അതാ വൈബപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഇങ്ങനെ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. ഇതിനകത്ത് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. 1500 ദിർഹംസ് ഒരു മാസം ഇവിടെ എന്ത് ചെയ്യും, ചെലവ് വരും. ആ ചെലവ് കഴിയാനുള്ള പൈസ 1500 പോരാ, ഏകദേശം ഒരു 1500, 3000, 4500, 4500 ദിർഹംസ്, ഒരു ഏകദേശം 1 ലക്ഷം രൂപ നിങ്ങളെ കയ്യിൽ വിസയും ടിക്കറ്റും എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കാര്യക്കോളി. ഒരു ടെൻഷനും ഇല്ലാണ്ടെങ്കിൽ 3 മാസം കൊണ്ട് വിസിറ്റ് വിസ 2 മാസം 3 മാസം വിസിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ജോലി കിട്ടിയാൽ പ്രശ്നമില്ല. ചിലപ്പോൾ നല്ലൊരു എഡ്യൂക്കേഷനുള്ള ഒരാളാണെങ്കിൽ അത്യാവശ്യം നല്ല ജോലി തന്നെ കിട്ടും. ഇവിടെ എന്താ പറയുക, ഒരു നോർമലി നിൽക്കുന്ന സമയത്ത് നമുക്കുള്ള ചിലവും കാര്യങ്ങളെല്ലാം വിചാരിക്കും പോലെയല്ല. നമ്മൾ പ്രവാസ ജീവിതം ഇത്രയും ടഫാണ്. ആദ്യം ഞാനും വിചാരിച്ചു ഗൾഫിൽ പോയാൽ മതി, പൈസക്കാരനാവാൻ. എൻ്റെ എക്സ്പീരിയൻസ് സുഖമാണെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് സുഖം നമ്മുടെ മൈനസിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പഠിക്കുന്നുണ്ട്, കോളേജ് ഫീസ് നമ്മളെ ഫാമിലി ഞാനും കൂടെയായിട്ടാണ് കൊടുക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടവരില്ല എന്നല്ല, പക്ഷേ ഇവിടെ ചിലവ് വേറെയുണ്ട്. നമ്മളിപ്പോൾ റൂമിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ചിലവ് നോക്കുകയാണെങ്കിൽ നല്ല എക്സ്പെൻസ്. നമ്മളൊരു പരിധി വരെയാണ് വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുക. ആ പരിധി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി കളിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, പൈസ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കാര്യമാണ്, എന്നിട്ട് ബാക്കി നോക്കും. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ദുബായ് ലൈഫ്, പിന്നെ എൻ്റെ ഒരു 1.5 വർഷം ഞാൻ ഇവിടെ നിന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി അടുത്ത അങ്ങോട്ടുള്ള വീഡിയോ സീരീസിൽ ഞാൻ പറയുന്നതായിരിക്കും. അല്ലെ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് വരും ചിലപ്പം. അല്ലെങ്കിൽ ഈ രീതിയിൽ ഞങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് കാര്യങ്ങൾ പറയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ. ഞാനിപ്പോൾ 1.5 വർഷം ഇവിടെ എങ്ങനെ എത്തിയത്, UAE എവിടെയാണ് താമസിച്ചത്, ഞാൻ ഏകദേശം 10-12 സ്ഥലങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്, 4 കമ്പനി വരെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടായ പല റീസൺസും ഉണ്ട്, പല എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസും ഉണ്ട്, ഗുഡ് എക്സ്പീരിയൻസും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസും ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചായ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ചായ കുടിക്കുന്നതിനോട് തന്നെ ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ വിവരവും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ സബ്സ്ക്രൈബറും ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെച്ചാൽ അടിച്ചാൽ കുടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇങ്ങോട്ടുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മുടെ ചായപാത്രത്തിൻ്റെ അരിപ്പ് എടുത്തിട്ട് ഒരു ബായ് പറഞ്ഞ, ലാസ്റ്റ് ഒരു ബായ് പറയണം, ഗുഡ് ബൈ. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എൻ്റെ ചായ നല്ല കടക്ക് ചായ കടായിക്കൊണ്ട് ഇന്ന് വീഡിയോ നിർത്തുകയാണ്. എന്ത് തരം വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ പറ, അനുസരിച്ചിട്ട് ഞാൻ പറയാം, ഞാൻ വീഡിയോ ചെയ്യാം. ഒരു ഡെയിലി സീരീസ് തന്നെ ആക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പം ബൈ ബൈ.